ആത്മീയതയും രക്ഷയും നിത്യജീവനുമെല്ലാം സ്വകാര്യവൽക്കരിക്കപ്പെടുകയും കമ്പോളവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഈ കാലത്ത് ക്രിസ്തുവിനോട് അവൻ്റെ കൂടെ സഞ്ചരിച്ച ഒരുവൻ ചോദിക്കുകയാണ്, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന്. എത്ര പേർ രക്ഷ പ്രാപിക്കുമെന്ന ചോദ്യത്തിന് മുമ്പിൽ ക്രിസ്തു എങ്ങനെയാണ് രക്ഷ പ്രാപിക്കേണ്ടത് എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്യന്തികമായി നമ്മുടെയൊക്കെ ആഗ്രഹവും നമ്മുടെയൊക്കെ ലക്ഷ്യവും എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൽ നിത്യജീവനെ പ്രാപിക്കുക എന്നുള്ളതാണ്. എന്നാൽ എപ്രകാരമാണ് അത്തരമൊരു യാത്രയിൽ ദൈവവചനം നമുക്ക് വഴിവിളക്കാകുന്നത് എന്ന ചോദ്യത്തിന് ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവെങ്കലിയോൻ ഭാഗം, വിശുദ്ധ ലൂക്കോസ് ഏവെങ്കലിസ്തൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 35 വരെയുള്ള വേദഭാഗങ്ങളിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. 13-ാം അധ്യായത്തിൻ്റെ മൊത്ത വായനയിൽ കർത്താവായ യേശു തമ്പുരാൻ അവിടെ പറഞ്ഞു തുടങ്ങുന്നത് മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. തൻ്റെ ആഗമന ഉദ്ദേശവും തൻ്റെ പ്രവർത്തനത്തിൻ്റെ രത്നച്ചുരുക്കവുമെല്ലാം അത്തരത്തിലൊരു നിരപ്പിൻ്റെ ശുശ്രൂഷ. പാപം ചെയ്ത് പതിച്ചുപോയ മനുഷ്യൻ പിതാവുമായി ഒന്നു ചേരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ക്രിസ്തു നിരന്തരം നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് തൻ്റെ യാത്രയിൽ, യെരുശലേമിലേക്കുള്ള തൻ്റെ യാത്രയിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുവൻ ചോദിച്ച ചോദ്യത്തിന് ക്രിസ്തു ഉത്തരം പറയുവാൻ വാചാലനാകുന്നത്. പലപ്പോഴും ഒരു ഉത്തരത്തിന് ഡയറക്റ്റ് ഉത്തരം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയിലായിരിക്കുന്നത്. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ലഭിക്കുമ്പോൾ നമ്മൾ സന്തുഷ്ടരാണ്. എന്നാൽ ഒരുപക്ഷെ അതിന് വിപരീതമായോ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കാത്ത രീതിയിൽ ഒരു ഉത്തരം നമുക്ക് ലഭിക്കുമ്പോൾ പലപ്പോഴും മനുഷ്യന് കൊടുക്കുന്ന ഒരു തലക്കെട്ട് അവൻ നിരാശനാണ് എന്നാണ്. എന്താണ് ഈ ചോദ്യം ചോദിച്ച ചെറുപ്പക്കാരൻ്റെ മനോഭാവം എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിലും അവൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തിയുള്ളതാണ്. ഇന്നോളം മനുഷ്യ ജീവിതത്തിൽ, മനുഷ്യ മനസ്സുകളിൽ, മനുഷ്യന്റെ ശാസ്ത്ര സാങ്കേതിക ബോധ്യങ്ങളിലെല്ലാം അവൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം ഇത്തരമൊരു ഫുൾനെസ്സിന് വേണ്ടിയാണ്. എപ്രകാരമാണ് ഒരു പൂർണ്ണത പ്രാപിക്കുവാൻ സാധിക്കുക? കർത്താവിൽ സ്നേഹമുള്ളവരെ, അതിന് ക്രിസ്തു നൽകുന്ന ഉത്തരമാണ് ഇടുങ്ങിയ വാതിലിൽ കൂടി കടക്കുവാൻ നിങ്ങൾ ശ്രമിക്കുവീനെന്ന്. ചില വേദപുസ്തക പരിഭാഷകളിൽ അതിന് പോരാടുവീൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് യാതൊരുവിധ പ്രതിസന്ധികളുമില്ലാതെ സന്തോഷത്തോടുകൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. എന്നാൽ ക്രിസ്തു പറയുകയാണ്, ഇവിടെ നിങ്ങൾക്കൊരു പോരാട്ടമുണ്ട്. എന്താണ് ആ പോരാട്ടമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മൾ അന്വേഷിക്കുമ്പോൾ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ശ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമല്ല, സ്വർഗലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടത്രേ. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ഇത് മാത്രം, ആരോടാണ് യഥാർത്ഥത്തിൽ ഈ പോരാട്ടം? ഈ പോരാട്ടം നമ്മളോട് തന്നെ നടത്തേണ്ട പോരാട്ടമാണ്. കാരണം ഈ ലോകത്തിൻ്റെ പ്രതികൂലതകളിൽ, ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നമ്മൾ വഴിചലിച്ചു പോകുമ്പോൾ, വ്യതിചലിച്ച ദൈവത്തിൻ്റെ സാധ്യതകളിൽ നിന്ന് നമ്മൾ അപ്രസക്തരായി മാറിത്തീരുമ്പോൾ ക്രിസ്തു നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, നിന്നെയൊക്കെ നിയോഗിച്ചിരിക്കുന്നത് ഒരു പോരാട്ടമാണ്. പലപ്പോഴും പോരാട്ടം എന്ന് പറയുമ്പോൾ യുദ്ധമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ ഇന്നത്തെ സമൂഹത്തിന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഡയറ്റ് നോക്കുന്നവരാണ്. എന്താണ് ഈ ഡയറ്റ്? അത് ഭക്ഷണ വർജനമല്ല, മറിച്ച് അത് ഭക്ഷണത്തിൻ്റെ ഒരു പുനഃക്രമീകരണമാണ്. ഇവിടെ ക്രിസ്തു ആഗ്രഹിക്കുന്നതും ആത്മീയമായ ഒരു ഡയറ്റാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ സാധ്യതകളെ, ആത്മീയ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടതായ ചില ഫലങ്ങളെ ഒന്ന് പുനഃക്രമീകരിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. ഒരു വാതിലിലൂടെ കടക്കണമെങ്കിൽ ആ വാതിലിൻ്റെ അളവുകൾക്കുള്ളിലേക്ക് നമ്മൾ നമ്മളെ തന്നെ ഒതുക്കണം. അല്ലെങ്കിൽ ഒരിക്കലും ആ വാതിലിൽ കൂടെ കടക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവായ യേശു തമ്പുരാൻ സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാനാകുന്നു ആടുകളുടെ വാതിൽ. കർത്താവിൽ സ്നേഹമുള്ളവരെ, ക്രിസ്തു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾ എന്നെ പോലെയാകണം. മറ്റൊരു ക്രിസ്തുവായി ഈ ലോകത്തിൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിച്ചാൽ അവിടെയാണ് നിത്യജീവന്റെ അനുഭവം നമുക്ക് പ്രാപ്തമാകുന്നത്.
അതിനെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുക? വി ആർ ആസ്ക്ഡ് ഓർ വി ആർ കോൾഡ് ടു ഫോളോ എ സ്പിരിച്വൽ ഡയറ്റ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളുടെയും വേദനകളുടെയും നടുവിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിക്കുവാൻ, ദൈവോന്മുഖമായി അതിനെ ഒന്ന് ക്രമീകരിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അവിടെ രക്ഷയുടെ സന്തോഷം ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. എന്നാൽ ഈ വേദഭാഗത്തിലൂടെ നമ്മളൊന്ന് വായിച്ചു പോകുമ്പോൾ രക്ഷ ആഗ്രഹിച്ചിരുന്ന ഒരു പറ്റം മനുഷ്യരോട് വീട്ടുടമസ്ഥൻ പറയുന്ന ഒരു ഉത്തരം നമ്മെ വളരെയധികം ചിന്തിപ്പിക്കണം. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നാണ് ആ വീട്ടുടമസ്ഥൻ തൻ്റെ വീട്ടിൽ വസിച്ചിരുന്നവരോട് പറയുന്നത്. കർത്താവിൽ സ്നേഹമുള്ളവരെ, സാമീപ്യമല്ല സമർപ്പണമാണ് ആവശ്യം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടും ദൈവാരാധനയോടും നമുക്ക് സാമീപ്യവും ആഭിമുഖ്യമൊക്കെ ഉണ്ട്. എന്നാൽ എവിടെയാണ് സമർപ്പണത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നുണ്ട്, ഞങ്ങൾ നിന്റെ മുന്നിൽ ഭക്ഷിക്കുകയും നിന്റെ മുന്നിൽ ഇരുന്ന് പാനം ചെയ്യുകയും നീ ഞങ്ങളുടെ ഇടങ്ങളിൽ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കതക് ഞങ്ങൾക്കായി തുറക്കാത്തത്? ക്രിസ്തു പറയുന്നുണ്ട്, സാമീപ്യമല്ല സമർപ്പണമാണ് ആവശ്യം. ഞാൻ ക്രിസ്ത്യാനിയായി എന്നുള്ളത് കൊണ്ട് രക്ഷ എനിക്ക് നേടുവാൻ സാധിക്കത്തില്ല. എന്നാൽ ക്രിസ്തുവിനെ പോലെയാകുന്ന ക്രിസ്ത്യാനിയാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് നടന്നു കയറുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. 13-ാം അധ്യായത്തിൽ അതിൻ്റെ തുടക്കത്തിൽ ക്രിസ്തു മാനസാന്തരത്തെപ്പറ്റി പറഞ്ഞുവെങ്കിൽ 2-ാമത്തെ ഭാഗത്ത് ക്രിസ്തു പറയുന്നത് തൻ്റെ തോട്ടത്തിൽ നട്ടുവെച്ച സുന്ദരമായ ഒരു അത്തിവൃക്ഷത്തിൻ്റെ ഉപമയാണ്. ആ അത്തിവൃക്ഷം ഫലമന്വേഷിച്ചു വന്ന ഉടമസ്ഥന് ഫലം നൽകാതിരുന്നപ്പോൾ ഉടമസ്ഥൻ പറയുന്നുണ്ട്, ഇതിനെ വെട്ടി നശിപ്പിച്ചു കളയുക എന്ന്. അവിടെ ഉപയോഗിക്കുന്നൊരു പദം ഇങ്ങനെയാണ്, എന്തിന് ഈ മരം നിലത്തെ നിഷ്ഫലമാക്കണം? കർത്താവിൽ സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഈ ലോകമാകുന്ന ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ട് നനയ്ക്കപ്പെടുന്ന സുന്ദരമായ വൃക്ഷങ്ങളാണ്. നിലത്തെ നിഷ്ഫലമാക്കുവാനല്ല നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്, മറിച്ച് മാനസാന്തരത്തിന്റെ ഫലങ്ങളെ കായ്ച്ചുകൊണ്ട് നമുക്ക് മാത്രമല്ല സമസൃഷ്ടികൾക്കും രക്ഷയുടെ അനുഭവത്തെ പ്രദാനം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ആയതിന് ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ എനിക്ക് നിങ്ങൾക്കും കൃപയും ഭാഗ്യവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.